കടലപ്പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: കടലപ്പരിപ്പ് 250 ഗ്രാം ആണ്, ശർക്കര 350 ഗ്രാം എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 1/2 കിലോ കടലപ്പരിപ്പിന് 3/4 കിലോ ശർക്കരയാണ് വേണ്ടത്. ഞാനിവിടെ 1/4 കിലോ കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു 350-400 ഗ്രാം വരെയൊക്കെ ശർക്കര എടുക്കാം. തേങ്ങ 1.5 തേങ്ങയുടെ പാലാണ് നമുക്ക് എടുക്കേണ്ടത്. തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കാരണം ഞാനിവിടെ ഒരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത്. ഏലക്കായ, ചൗവരിയാണിത്. ചൗവരി ഒരു 50 ഗ്രാം ഒക്കെ വരും. നെയ്യ് ആവശ്യത്തിന് എടുക്കാം. കാരണം നമുക്കിത് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിട്ടാണ് ഇടേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള നെയ്യാണ് നമുക്ക് എടുക്കേണ്ടത്. ഉപ്പ് 1 നുള്ള്. ഇത്രയാണ് കടലപ്പരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. കടലപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് കുക്കറിലിട്ട് നന്നായിട്ട് വേവിക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഇപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഒരു വിസിൽ വരുമ്പോൾ ഓഫാക്കും. ഓഫാക്കി കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ വെക്കും. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കാരണം വെച്ചാൽ ഇത് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ വിസിൽ അടുപ്പിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം വേവ് ഒരുപാട് സമയം വെക്കേണ്ടി വരും. അതിന് നല്ലത് നമ്മൾ ആദ്യം ഒരു വിസിലിന് ഓഫാക്കിയിട്ട് നമ്മൾ തുറന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെള്ളമൊക്കെ ഒന്ന് നോക്കി വെള്ളത്തിൻ്റെ പാകമൊക്കെ കണക്കാക്കിയിട്ട് ഒന്നും കൂടെ അടച്ചു വെച്ചിട്ട് ഒരു വിസിലും കൂടെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. കടലപ്പരിപ്പ് നമ്മൾ വേവാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തേങ്ങയുടെ പാലെടുത്ത് വെക്കാം. നല്ല കട്ടി തേങ്ങാപ്പാലും 2-ാം പാലുമാണ് വേണ്ടത്. ഇത് ഞാൻ ശരിക്കും തേങ്ങ പാലെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ തേങ്ങ ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരയ്ക്കും. നന്നായിട്ട് അരച്ചിട്ട് അതിൽ നിന്നാണ് പാലെടുത്ത് മാറ്റുന്നത്. ആദ്യം തന്നെ 1-ാം പാലെടുക്കും. അതിനുശേഷം അതിൽ കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് അടിച്ചു കഴിഞ്ഞേച്ച് 2-ാം പാലും എടുക്കും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് പാല് കിട്ടും. ഇനി കുറച്ച് തണുത്തിരിക്കുന്ന തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് പാല് കിട്ടും. അപ്പോൾ ഒരു വിസിലിൽ വന്ന് പ്രഷർ പോയിട്ടുണ്ട്. തുറന്ന് നോക്കുകയാണ്. കണ്ടത് വെന്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇതിൽ വെള്ളമൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നഗക്ക നിൽക്കുന്ന തരത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിലും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ശർക്കര ഉരുക്കാൻ വെക്കാം. ശർക്കര ഞാൻ ഉരുക്കാൻ വെക്കുന്നത് പൊടിച്ചിട്ടാണ്. ഇത് നന്നായിട്ടൊന്ന് പൊടിക്കും. പൊടിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഉരുക്കാൻ വെക്കുക. ശർക്കര ഞാൻ നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുക്കണം. കാരണം ഇതിൽ അഴുക്കൊക്കെ ഉണ്ടാവും. അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉരുക്കിയിട്ട് ആദ്യം അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ 2-ാമത്തെ വിസിലും വന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടയണം. ആ പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. ഉടച്ചെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ തവി എടുത്തിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുവാണേ. ഇത് നന്നായിട്ട് ഉടയണം. നന്നായിട്ട് ഉടഞ്ഞ് മിക്സായിട്ട് വരണം. കാരണം നിങ്ങൾക്കിനി നന്നായിട്ട് കടിക്കണമെന്ന് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി പകുതി ഉടച്ചാൽ മതി. അല്ലെങ്കിൽ അത് പക്ഷേ ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. ഇതിൽ കടിക്കാനായിട്ട് തേങ്ങാക്കൊത്തും ചൗവരിയും കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് നന്നായിട്ട് ഉടഞ്ഞു കഴിഞ്ഞാലാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് ഞാനിത് മൊത്തമായിട്ട് ഉടക്കുകയാണേ. ഇതിപ്പോൾ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഇതിനകത്തോട്ട് ഉരുക്കി ഒഴിക്കാം. എന്നിട്ട് അതിൽ വരട്ടിയെടുക്കണം. പക്ഷെ ഞാനിത് മാറ്റി ഇത് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് വരട്ടിയെടുക്കാൻ പോകുന്നത്. കാരണം ഇതിലാകുമ്പം കുറച്ച് അടിയിലൊക്കെ പിടിക്കും. നമ്മൾ എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലാകുമ്പം കുറച്ച് നമുക്കൊരു റിലാക്സേഷൻ ഉണ്ടാവും. ഈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാനിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കരയിൽ അഴുക്കൊക്കെ ഉണ്ട്. ഒക്കെ പോട്ടെ. തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം.
നമുക്ക് ഈ ശർക്കരയെ കിടന്ന് നന്നായിട്ട് വരട്ടണം. ഈ പായസത്തിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ വരട്ടുന്നതിലാണ്. നമ്മൾ ശർക്കര ഉരുക്കിയതും കടലപ്പരിപ്പും കൂടെ അവിടെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. ആ സമയത്ത് നമുക്ക് പാത്രം അടുപ്പത്ത് വെച്ച് ഒന്ന് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ചൗവരി ഇട്ടിട്ട് ചൗവരി ഒന്ന് വേവിച്ചു കൊടുക്കാം. വെള്ളം തിളയ്ക്കുന്നുണ്ട്, നമുക്ക് ചൗവരി ഇട്ട് കൊടുക്കാം. കൊടുക്കണേ. അതവിടെ ഇരുന്നിട്ടൊന്ന് വേവട്ടെ. ചൗവരി ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇത് ഞാൻ എന്നിട്ട് അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുക്കും. അപ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. നമുക്ക് പായസത്തിന് വേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ. കാരണം അതിൽ പെസ്റ്റിസൈഡൊക്കെ നന്നായിട്ടുണ്ട്. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. മുന്തിരി നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതും കൂടി എടുത്ത് മാറ്റാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിട്ട് വറുത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കടിക്കുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇടണമെന്നില്ല. പക്ഷെ എനിക്കൊക്കെ നല്ല ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് തേങ്ങാക്കൊത്ത് ഇതിൽ കടിക്കുന്നത്. ഇപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകരുത്, എന്നാൽ മൂക്കാതിരിക്കാനും പാടില്ല. നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. ഇല്ലാന്ന് മൂത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കടിക്കും ഇത്. നമുക്കിതിൻ്റെ തീ ഓഫാക്കി കൊടുക്കാം. ഇതാ നമ്മുടെ പരിപ്പും ശർക്കരയും കൂടെ നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ്. ഇതിലെ വെള്ളമൊക്കെ വറ്റി കുമ്പള പോലെ പൊട്ടിത്തെറിക്കുന്ന പരുവം വരെ നമ്മൾ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ നോൺ സ്റ്റിക്കിലായതുകൊണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുക്കറിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കേണ്ടി വരും. അലുമിനിയം കുക്കറാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്താ കുറച്ചുകൂടെ വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് വറ്റണം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഇതിൽ കിടന്നിങ്ങനെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വരട്ടി കൊടുക്കണം. ഇത് കയ്യിലോട്ട് തെറിക്കാതെ ശ്രദ്ധിക്കണേ. ഇതുണ്ട് വരട്ടിയിട്ട് വെള്ളമൊക്കെ വറ്റി ഇതിന് വിട്ട് വരുന്ന പരുവം കണ്ടോ. ഇത്രയും നന്നായിട്ടങ്ങ് വരട്ടണം. നമ്മൾ ആ വരട്ടുന്നതിലാണ് പായസത്തിൻ്റെ ടേസ്റ്റ്. നമുക്ക് വേണമെങ്കിൽ നേരത്തെയൊക്കെ പാലൊക്കെ എടുത്ത് ഒഴിക്കാം. പക്ഷെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യണം. അലുവയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്ന ഈ പരുവത്തിൽ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചെടുക്കാം. ഇപ്പം ഞാൻ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണേ. ഇതിപ്പോൾ 1 ലിറ്റർ രണ്ടാം പാലുണ്ട്. ഇപ്പം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതാണ് ഇപ്പോൾ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിലായുള്ള ഒരു ഗുണം. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചൗവരി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ചൗവരി വേവിച്ചിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകി വെച്ചതാണ്. ചിലർ ഈ ചൗവരി വേവിച്ച് അതേ വെള്ളത്തോട് കൂടി തന്നെ ഇതിലിടുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ അത് അത്ര ഒരു ടേസ്റ്റ് വരില്ല. അതിൻ്റെ കൊഴുപ്പൊക്കെ കൂടെ വന്ന് ഈ പായസത്തിൻ്റെ രുചിയല്ല ഉണ്ടാവുക. അപ്പം ഇത് നമുക്കിത് കടിക്കാൻ മാത്രം ഉണ്ടായാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഇതിട്ട് കൊടുക്കുന്നത്. ഒരു 4-5 വർഷം മുമ്പാണ് ദീപ എനിക്ക് ഈ റെസിപ്പി തന്നത്. ദീപയുടെ അച്ഛൻ നന്നായിട്ട് പായസം ഉണ്ടാക്കും. അത് ഞാൻ അതിനുശേഷം പിന്നെ ഞാൻ ഈ കടലപ്പരിപ്പ് കൊണ്ട് തന്നെയാണ് പ്രഥമൻ ഉണ്ടാക്കാറ്. വല്ലപ്പോഴും മാത്രമേ ചെറുപയറുപരിപ്പ് പ്രഥമൻ ഉണ്ടാക്കാറുള്ളൂ. നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന്. അപ്പോൾ ആ അച്ഛനും മോൾക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ രണ്ടാം പാലിൽ കിടന്ന് നന്നായിട്ട് വറ്റി വരണം. ഫസ്റ്റ് നമ്മൾ വരട്ടി
അതിനുശേഷം രണ്ടാം പാലിലിട്ട് വറ്റിച്ചാണ് എടുക്കുന്നത്. ഇത് കുറച്ച് സമയം എടുക്കും, പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ്. പായസം അവിടെ തിളച്ചുകൊണ്ടിരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഏലക്ക പൊടിച്ചെടുക്കാം. 5 ഏലക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ തൊലി കളഞ്ഞിട്ട് 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിലാണ് പൊടിച്ചെടുക്കുക ചെയ്യുന്നത്. ഏലക്ക എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, തൊലി കളഞ്ഞിട്ട് ഉപയോഗിക്കാവുള്ളൂ. കാരണം പെസ്റ്റിസൈഡ് കണ്ടന്റ് 90 to 95% ഇതിൻ്റെ തൊലിയിലാണുള്ളത്. അപ്പോൾ നമുക്കിത് തൊലി കളഞ്ഞ് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പായസം കുമ്പള പോലെ പൊട്ടി തെറിക്കുന്ന ഒരു പരുവായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ 1-ാം പാൽ ഒഴിച്ചെടുക്കണം. 1 കപ്പ് 1-ാം പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കാം. തിളച്ചോട്ടെ. 1-ാം പാൽ ഒഴിച്ച് 1 തിള വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കി കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചിട്ട് ഒരുപാട് തിളപ്പിക്കണ്ട. ഓഫാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ തവിയിട്ടതൊന്ന് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം. ഇതിന് തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. കണ്ട, ഈ ഒരു പരുവത്തിൽ അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ കടലപ്പരിപ്പ് പ്രഥമന് ഏലക്ക പൊടിച്ചതാണ് നല്ലത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുക്കും ജീരകവും കൂടെ പൊടിച്ചിടാം. ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ച ഏലക്കാപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് 1 നുള്ള് ഉപ്പ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മധുരം ഉണ്ടാക്കുമ്പോൾ എന്ത് മധുരം ഉണ്ടാക്കുമ്പോഴും 1 നുള്ള് ഉപ്പിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ശർക്കരയുടെ പായസമാണിത്. അപ്പം നമ്മൾ ശർക്കരയുടെ ചില സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ഒരു ശർക്കരയുടെ കുത്തലുണ്ടാവും ചില പായസത്തിലൊക്കെ. ആ കുത്തൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ പഞ്ചസാര ഏലക്ക പൊടിക്കുമ്പോഴും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മൊത്തം 2 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. കണ്ട, നമ്മുടെ നല്ല ടേസ്റ്റുള്ള കടലപ്പരിപ്പ് പായസമാണ്. ഞാനൊന്ന് മധുരമൊക്കെ ഒന്ന് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമൊക്കെ കറക്റ്റാണ്. നിങ്ങൾക്ക് വിഷുവിന് എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഇത് വിഷു സ്പെഷ്യൽ കടലപ്പരിപ്പ് പ്രഥമനാണ്. നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. കേട്ടോ, ഇപ്പോൾ കുറച്ച് തണുത്തിട്ടുണ്ട്, അപ്പോഴാണ് ഇത് കറക്റ്റ് ആയത്. ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇത് ശരിക്കും നല്ല കദളിപ്പഴമാണ്. കദളിപ്പഴം കൂട്ടി വേണം ഇത് കഴിക്കാനായിട്ട്. പറയാൻ വാക്കില്ല കേട്ടോ, സത്യം. ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ പറയാമെന്നൊന്നും ആരും വിചാരിക്കണ്ട, അത്രയ്ക്ക് ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.